സുബ്ഹാനല്ലാഹ്, ഈ വാഴക്കാട്ട് വരുമ്പോൾ എനിക്ക് നല്ല സന്തോഷം. എന്താ സന്തോഷം എന്നറിയോ? ഞാൻ ഇവിടുന്ന് പ്രസംഗം കുറെ നടത്തി അവസാനം ഞാൻ പറഞ്ഞു, എന്റെ മുജാഹിദ് സുഹൃത്തുക്കൾ എന്നോട് ക്ഷമിക്കണം, നിങ്ങൾ അറിവില്ലാതെ ഖുർആനും സുന്നത്തുമാണ് നിങ്ങളുടെ നേതാക്കൾ പറയുന്നതെന്ന് മനസ്സിലാക്കി അതിൽ പെട്ടുപോയവരാണെന്ന് എനിക്ക് അറിയാം. അല്ലാഹു നിങ്ങൾക്ക് സന്മാർഗം കാണിച്ചു തരട്ടെ. ഞാൻ നിങ്ങളെ ചീത്ത പറയുന്നില്ല, തെറി പറയുന്നില്ല, ഞാൻ ദുഷിക്കുന്നില്ല, ശപിക്കുന്നില്ല. നിങ്ങൾ അതാണ് സത്യം എന്ന് മനസ്സിലാക്കിയതിൽ പെട്ടുപോയവരാണ്. പക്ഷേ നിങ്ങളോട് ഞാൻ പറയുന്നത്, അള്ളാഹുവിന്റെ കോടതിയിലെത്തി ചിന്തിക്കുന്നതിന് പകരം ഇവിടെ വെച്ച് തന്നെ നിങ്ങൾ നെഞ്ഞത്ത് കൈവച്ച് ഞാൻ പറയുന്ന വിഷയങ്ങൾ നിഷ്പക്ഷമായി ചിന്തിക്കും. അതേസമയം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇവിടുന്ന് ഞാനെന്ന് പറഞ്ഞു മുജാഹിദ് എന്ന പേര് മാറ്റി നുണാഹിദ് എന്നാക്കണം. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം കളവല്ലാതെ നാവ് കൊണ്ട് പറയുന്നില്ല. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. പക്ഷേ അന്നത് പറഞ്ഞപ്പോൾ ISFന്റെ ആളുകൾ എന്നെ പരിഹസിച്ചു. അതുപോലെ ഇവിടെയുള്ള KNMന്റെ ആൾക്കാർ പരിഹസിച്ചു. ഇപ്പോൾ അവർ രണ്ട് കക്ഷികളും പറയുന്നു, പരസ്പരം പറയുന്നു, കളവ് പറയാമെന്ന് ആയി തോന്നുന്നവരാണ് ഞങ്ങൾ. ഞാൻ വായിച്ചു കേൾപ്പില്ല. അബ്ദുസ്സലാം സ്വല്ലമിയുടെ ലേഖനം ശബാബ്, ഇതിൽ അദ്ദേഹം പറയുന്നു, ശബാബ് 2002 സെപ്റ്റംബർ 6. ഇതിൽ അദ്ദേഹം അബ്ദുറഹ്മാൻ സലഫിയുടെ കമ്പനിയെ സംബന്ധിച്ച് അബ്ദുസ്സലാം സുല്ലമി എഴുതുകയാണ്. അബ്ദുറഹ്മാൻ സലഫിന്റെ കമ്പനി ഈ അബ്ദുസ്സലാം സുല്ലമിയെ നായയാണെന്ന് പറഞ്ഞു കളഞ്ഞു പോയി. മുജാഹിദിന്റെ ഒരു സംസ്കാരം. ഞാൻ വായിക്കാം. പരിശുദ്ധ ഖുർആനിൽ ഒരു നായയോട് ഉപമിച്ച പണ്ഡിതനോട് ഞാൻ സമമാണെന്ന് പ്രസ്താവിച്ചുകൊണ്ട് ഗ്രൂപ്പ് യോഗങ്ങൾക്ക് തുടക്കം കുറിച്ച ഒരു വ്യക്തി തന്റെ പേര് വെച്ചുകൊണ്ട് തന്നെ ഒരു ലഘുലേഖ പ്രസിദ്ധീകരിച്ചു. അബ്ദുസ്സലാം സുല്ലമി നായയാണ്, നായയോട് ഉപമിച്ചു പോയി. എന്തു ചെയ്യാനാണ്? അങ്ങനെ വിശ്വസിക്കുന്നവർ 7 പ്രാവശ്യം കഴുകുക, 1 പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം. ഞങ്ങൾക്ക് അങ്ങനത്തെ വിശ്വാസമുണ്ട്. എന്നാൽ അതിൽ തന്നെ ഈ ലേഖനത്തിൽ തന്നെ അബ്ദുസ്സലാം സുല്ലമി പറയാണ്, ജാമിയ ഉപയോഗപ്പെടുത്തി ഇത് പ്രചരിപ്പിച്ചു. ഒരാഴ്ച കഴിഞ്ഞ ശേഷമാണ് ഒരു കുട്ടി ക്ലാസ്സിൽ നിന്ന് എനിക്കിത് തരുന്നത്. ഞാൻ ഉടനെ ഇതിന്റെ ഒരു കോപ്പി സെക്രട്ടറിയുടെ വീട്ടിലെത്തിച്ചു. മറ്റൊന്ന് തപാൽ വഴി മുജാഹിദ് സെന്ററിലേക്ക് ജനറൽ സെക്രട്ടറിയുടെ പേരിൽ അയച്ചു കൊടുത്തു. അച്ചടക്ക നടപടി ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ജാമിയയിൽ ഇദ്ദേഹത്തെ അധ്യാപകനായി നിർത്തുകയാണ് ഇവർ ചെയ്തത്. അബ്ദുസ്സലാം സുല്ലമി നായയാണെന്ന് പറഞ്ഞ വകയിൽ അയാൾക്ക് ജോലി കിട്ടി. എന്തൊരു ബർക്കത്തുള്ള വാക്ക്. എന്നാൽ അതിന്റെ ശേഷം എങ്ങനെ അദ്ദേഹം എഴുതുകയാണ്, അബ്ദുറഹ്മാൻ ഇരുവേറ്റി എന്നെ വളരെയധികം തെരി പറഞ്ഞുകൊണ്ട് തന്റെ ലെറ്റർ പേഡ് കത്തെഴുതി. ഇതും ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റിനും അയച്ചു കൊടുത്തു. ശിക്ഷാ നടപടി എന്ന പേരിൽ അവർ നടപ്പാക്കിയത് അദ്ദേഹത്തെ കൂടുതൽ സ്ഥാനങ്ങൾ നൽകി ആദരിക്കലായിരുന്നു. അധാർമിക പ്രവർത്തനങ്ങൾ പലരിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടു. എന്നിട്ടും അവരെ അകറ്റാതെ തങ്ങളുടെ ആളായതിനാൽ കൂടുതൽ അടുപ്പിക്കുകയാണ് നേതൃത്വം ചെയ്തത്. എന്നാൽ ഹുസൈൻ മടവൂരി, CP ഉമർ സുല്ലമി മുതലായവരെ അകറ്റുക മാത്രമല്ല, കടിച്ചു കീറുകയും ചെയ്തു. എനിക്ക് കേട്ടോളി, യുദ്ധം തന്ത്രമാണെന്ന ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്ത് നുണപ്രചരണം ഇസ്ലാമിൽ അനുവദനീയമാക്കി ഇവർ ഇതിനെല്ലാം തെളിവും നിരത്തി. യുദ്ധം തന്ത്രമാണെന്ന ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്ത് നുണപ്രചരണം ഇസ്ലാമിൽ അനുവദനീയമാക്കി ഇവർ ഇതിനെല്ലാം തെളിവും നിരത്തി. ഇതൊരു ഹദീസാണ്. എന്നാൽ 1-ാം പ്രമാണമായ പരിശുദ്ധ ഖുർആനിൽ എതിരാളികളുടെ കഴുത്ത് വെട്ടി മാറ്റാമെന്ന് വരെ പറയുന്നുണ്ട്. ഇയാൾ കണ്ട ഖുർആനാട്ടോ, നമ്മളെ ഖുർആനല്ല. ഹദീസ് വിട്ട് ഇവർ ഈ ആയത്ത് പിടിക്കുകയും അങ്ങനെ ഞങ്ങളുടെ എല്ലാം കഴുത്ത് വെട്ടുവാൻ ഇവർ ആരംഭിക്കുകയും ചെയ്ത സന്ദർഭത്തിലാണ് നേതൃമാറ്റത്തെ കുറിച്ച് ചിന്തിച്ചത്. അപ്പൊ ഹദീസില് ഉണ്ട് എന്ത്? യുദ്ധം തന്ത്രമാണ്. അത് ദുർവ്യാഖ്യാനം ചെയ്ത് നുണപ്രചരണം അനുവദനീയമാക്കി. അപ്പൊ അവരൊന്നും പറഞ്ഞില്ല. പിന്നെ ആയത്തെടുത്തിട്ട് തലവെട്ടാൻ ഒരുങ്ങിയപ്പോൾ അത് എതിർക്കാൻ തുടങ്ങിയത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്ത് നുണപ്രചരണം ഹലാലാണ്,
എന്ന് പറയുമ്പോ എന്തുകൊണ്ട് അബ്ദുസലാം സുലമി ഇറങ്ങി വന്നില്ല? തലവെട്ടാൻ ഒരുങ്ങിയപ്പോഴാണ് ഒരു ഇറങ്ങിയത്. യുദ്ധം തന്ത്രമാണ് എന്ന ഹദീസിലെ അർത്ഥം കളവ് പറയാമെന്നാണോ? ഇത് ഞങ്ങളല്ലല്ലോ പറയുന്നത്. ആ ഹദീസ് തെളിവാക്കി പിടിച്ച് കളവ് പറയൽ അനുവദനീയമാണെന്ന് പ്രചരിപ്പിച്ചു എന്ന് ഇവര് പറയുമ്പോ നിങ്ങൾക്ക് കേൾക്കണോ? ഇത് ശബാബാണെങ്കിൽ വിചിന്തനം പറയുന്നു കളവ് പറയൽ മത്സരം നടത്തിയ ഞങ്ങളല്ല. ഞാനതും കൂടി വായിക്കുക കേട്ടോളൂ. സക്കരിയ സലാഹിയുടെ ലേഖനം, മടവൂരിനൊരു തുറന്ന കത്ത്. കുറെ കാലമായി മടവൂരിനെ ഇവർ പറയാൻ തുടങ്ങി. അങ്ങനെ പറയിച്ചില്ല നിങ്ങളെ തന്നെ. മടവൂരിനെ പറയിൽ ഇപ്പൊ എന്തായി? മടവൂരിനൊരു തുറന്ന കത്ത്. ആ കത്തിൽ എഴുതാണ്, പക്ഷേ രഹസ്യ സ്വഭാവമുള്ള സ്ഥിരം ഒരു വളണ്ടിയർ കോറും പള്ളികളിലെ പാതിരാ മീറ്റിങ്ങുകളും ലൈറ്റണച്ച തീവ്രവാദി മോഡൽ ബൈഅത്തും മുജാഹിദുകൾക്കിടയിലുള്ള ചാരപ്രവർത്തനവും നുണ പറയൽ മത്സരവും വളണ്ടിയർ കോർ ഉണ്ടാക്കുന്നതിന് മുമ്പുള്ള വളണ്ടിയർ സംവിധാനത്തിൽ മുമ്പ് ഉണ്ടായിരുന്നില്ല. പുതിയ സംവിധാനത്തിലാണുള്ളത്. അതാണ് ഉണ്ടായിരുന്നില്ല എന്നായത്. സംവിധാനത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ വളണ്ടിയർ പ്രവർത്തനത്തോടല്ല, അതിന്റെ സംഘടനാ രീതിയോടും നിങ്ങൾ ഉണ്ടാക്കിയ ഗൂഢമായ ശൈലികളോടും അജണ്ടകളോടുമാണ് KNM-നും KJU-വിനും എതിർപ്പ്. പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, അബ്ദുറഹ്മാൻ സലഫി കുറ്റ്യാടിയിൽ എന്ന് പറഞ്ഞു, മേപ്പയ്യൂരിൽ സലഫി കോംപ്ലക്സിൽ വെച്ച് ഒരു നുണ പറയൽ മത്സരം നടത്തി പോയി. മൗലവിമാർ ഏറ്റവും കൂടുതൽ നുണ പറയുന്നവർക്ക് സമ്മാനം. കോഴിക്കോട്ട് എന്ന് പറഞ്ഞു, ഈ പട്ടാളപ്പള്ളിന്റെ മുകളിൽ പാതിരക്ക് നിയമത്തുള്ള പാറുണ്ട് പറഞ്ഞു, ഈ പട്ടാളപ്പള്ളിന്റെ മുകളിൽ നമ്മൾ നുണ പറയൽ മത്സരം നടത്തിയില്ലേ? എന്നിട്ടോ ആ മത്സരത്തിൽ വിജയിച്ച ആൾക്ക് 6 റെക്സോണ സോപ്പ് സമ്മാനം. എന്നിട്ട് ഈ ഫാറൂഖി എന്നെ ചോദിക്കാണ്, ഈ 6 സോപ്പ് കൊണ്ട് കഴുകിയാൽ വൃത്തിയാകുമോ ഈ പാപം? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ വണ്ടികൾക്കുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്. ഇതിൽ വെച്ച് പരസ്യമായി പ്രസംഗിച്ചതിന് ശേഷം പിന്നെ ഭീഷണികളാവുന്നു. ഭീഷണികൾ എന്ന് പറഞ്ഞാൽ എന്നെ കൊല്ലും, വധഭീഷണിയായിരുന്നു. അതിലൊന്നൊരു പേടിയില്ലാത്ത ആളാണ് ഞാൻ. പിന്നെ എൻ്റെ ഭാര്യനെ വിളിച്ചിട്ട് അനാവശ്യങ്ങളൊക്കെ പറഞ്ഞുള്ള ഫോണ്, അതിലൊന്നും എനിക്ക് പ്രയാസം ഉണ്ടായിട്ടില്ല. അത് ഞങ്ങളൊക്കെ ഇവിടെ അടക്കിയിരുത്താൻ വേണ്ടിയുള്ള ഒരു പണി. അതിൽ ഭാര്യനെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു വിജയിച്ചിരുന്നു. ഭാര്യയ്ക്ക് പേടിയുണ്ടായി, നിങ്ങൾ അങ്ങനെ ഒന്നും പുറത്തു പോകണ്ടെന്നൊക്കെ പറയാൻ തുടങ്ങി. പിന്നെ എൻ്റെ ഉമ്മാക്ക് വളരെ മോശപ്പെട്ട ടെലിഫോണുകൾ വന്ന്, ഉമ്മ ഇവിടെ വന്ന് കരഞ്ഞ് ഫോണെ ചോദിച്ചു നോക്കാം. അപ്പോൾ എന്താണ് കരണെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ നിരന്തരം വൃത്തിയിട്ട ഫോണുകൾ വരികയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ PT വീരാണ്ട് സുല്ലമിക്ക് നേരിട്ട് തന്നെ വിളിച്ചു. പക്ഷെ PT ചെയ്യൂല, വീട്ടിൻ്റെ അറിവോട് കൂടി എൻ്റെ വിശ്വാസം. കാരണം ഞങ്ങൾ തമ്മിൽ ബന്ധുക്കൾ, എൻ്റെ അളിയൻ്റെ അളിയനാണ് PT. അപ്പോൾ ഉമ്മാക്ക് ഒരിക്കലും അങ്ങനത്തെ ഒരു ഫോൺ ചെയ്യണേന് PT നേതൃത്വം വഹിക്കൂല എന്ന് എനിക്ക് തോന്നി. PT ഇനി അങ്ങനെ ഉണ്ടാവില്ല, തോന്നിയതായിരിക്കും, വല്ല ആളെയും സംശയം ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് പിന്നെ അങ്ങനെ ടെലിഫോൺ കാര്യമായിട്ട് വന്നിട്ടില്ല. അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാക്കി. അതിനേക്കാളും എനിക്ക് പ്രയാസം ഉണ്ടാക്കിയ സംഗതി എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ സത്യം തുറന്നു പറയാൻ വേണ്ടി രംഗത്ത് വന്നപ്പോൾ എൻ്റെ മാതിരി സത്യങ്ങൾ മനസ്സിലാക്കിയ കുറേ ആൾക്കാർ ആരും തുറന്നു പറയാൻ ധൈര്യപ്പെടുന്നില്ല. എല്ലാവരോടും ഞാൻ പലവട്ടം ആവശ്യപ്പെട്ടു, നിങ്ങൾ ആരെങ്കിലും ഒന്നിൻ്റെ കൂടെ ഇറങ്ങിയാൽ നമുക്കിത് പെട്ടെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും, ഇല്ലെങ്കിൽ സംഘടന നശിക്കും, ഈ ആദർശം പോകും എന്ന് പറഞ്ഞ് പല പ്രാവശ്യം പലരിടത്തും ചെന്നു. പക്ഷെ ആർക്കും ധൈര്യമല്ല പറയാൻ. നിങ്ങൾ പറഞ്ഞോളി, ഞങ്ങളെ പേര് പറയരുത്, ഞങ്ങളെ സ്റ്റേജിലേക്ക് വിളിക്കരുത് എന്ന് പറഞ്ഞ് എല്ലാവരും ഒഴിഞ്ഞു മാറിയപ്പം വല്ലാത്തൊരു പ്രയാസം ഉണ്ടായി. മൂന്നാമത്തത്, നമ്മുടെ സ്വന്തം അണികളിലുള്ള ആൾക്കാർക്ക് പോലും ഇത് വിശ്വസിക്കാൻ കഴിയില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ. ഉദാഹരണത്തിന് ഇപ്പോൾ TP അബ്ദുൽ മദനി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ നുണപറയൽ മത്സരം പോലത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കണം, ചിലപ്പോൾ ഇല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മളതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ഞാൻ തീർത്ത് പറഞ്ഞത് സംഭവം നടന്നതാണ് എന്ന് പറഞ്ഞിട്ട് പോലും നമ്മുടെ അണികളിലുള്ള നേതാക്കന്മാർക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല. ആരും കുറ്റം പറഞ്ഞുകാരില്ല, അങ്ങനത്തെ ഒരു പരിപാടിയാണല്ലോ നടന്നത്. അപ്പോൾ ഭയങ്കര ഒരു പ്രയാസം ഉണ്ടായി. അതൊക്കെ പിന്നെ അള്ളാന്റെ തൗഫീഖോട് കൂടി ആ ആൾക്കാർ തന്നെ ഒക്കെ തിരിച്ചു വന്നതോടുകൂടിയൊക്കെ ഇപ്പം എല്ലാവർക്കും പറയാൻ വേദി വേണം, ഞങ്ങളെയും വിളിക്കണം പറയാനെന്നുള്ള ഒരു അവസ്ഥയ്ക്ക് അൽഹംദുലില്ലാ എത്തി. പക്ഷെ എനിക്കത് അന്ന് തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിൽ അപകടം സംഭവിക്കുന്നുള്ള ഉറച്ച ബോധ്യമുള്ളതുകൊണ്ട് അതിന്മേൽ എന്ത് വരികയാണെങ്കിലും വന്നോട്ടെ എന്നുള്ള ഒരു തീരുമാനമുള്ളത് കൊണ്ടാണ് ഞാൻ അന്ന് രംഗത്തിറങ്ങിയത്. അങ്ങനത്തെ ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇത് തുറന്നു പറയാൻ തുടങ്ങിയപ്പം
ഓരോ കേസറ്റും കൊണ്ടുപോയിട്ട് മർക്കസുദാവിൽ അവർ കേട്ടിട്ട് വിലയിരുത്തി. അപ്പം എല്ലാ കേസറ്റുകൾക്കും നമുക്ക് എന്തെങ്കിലും മറുപടി പറഞ്ഞ് പിടിച്ചേക്കാം. പക്ഷേ ഈ നിഅമത്തുല്ലാ ഫാറൂഖിന്റെ ഈ കേസറ്റ് നമ്മൾ എന്ത് മറുപടി പറയും എന്നുള്ളതാണ് അവർ പറഞ്ഞത്. എന്നിട്ട് പിന്നെ നടന്ന സംഭവം, എന്നെക്കുറിച്ച് മനുഷ്യൻ കേൾക്കാൻ പറ്റാത്ത തരത്തിലുള്ള തോന്നിയാസങ്ങൾ, ഞാൻ വളരെ ദുഷ്ടനാണ്, പണ്ടേ വളരെ മോശപ്പെട്ട ആളാണ്, തമ്മാടിയാണ് എന്നുള്ള നിലയ്ക്ക് അവർ പരസ്പരം പറഞ്ഞിട്ട് അങ്ങനെ എന്നെ വളരെ മോശക്കാരനാക്കിയിട്ട് ചിത്രീകരിച്ച മത്സരം. അത് ഞാൻ ഏറ്റവും അധികം മാനസികമായിട്ട് പ്രയാസപ്പെട്ടൊരു സംഭവമാണ്. ഞാൻ അന്നില്ല, ഞാൻ അതിൻ്റെ മുമ്പ് പോന്നിട്ടുണ്ട്. പക്ഷെ എനിക്കത് അപ്പം തന്നെ വിവരം കിട്ടി. നുണപറയൽ മത്സരം എന്ന് പറഞ്ഞാൽ എന്തിനാണെന്ന് വെച്ചാൽ AP പോലത്തെ ന്മാരെ എങ്ങനെ തേജോവധം ചെയ്യാന്നുള്ളതിന് ട്രെയിനിങ് ആണ്. ഒരാളെ സംബന്ധിച്ച് സത്യമാണ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ എങ്ങനെ കളവ് പറയാന്നുള്ള. അപ്പം അതൊക്കെ വളരെ ആവശ്യമാണെന്നുള്ളൊരു രൂപത്തിലാണത് കൊണ്ടുവന്നത്. അങ്ങനെ കളവ് പറയിച്ചു. അപ്പോൾ ഓരോരുത്തരും വന്നിട്ട് വളരെ ഭംഗിയായിട്ടൊരു നല്ലൊരു മനുഷ്യനെ സംബന്ധിച്ച് അയാളുടെ നന്മകളൊക്കെ എടുത്തു പറഞ്ഞതിന് ശേഷം പിന്നെ അയാൾക്ക് അതല്ലാത്തൊരു മുഖമുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാളിലുള്ള ദുഷ്ടത, ഒന്നുകിൽ അയാൾ വ്യഭിചരിക്കുന്നത് കണ്ടതോ അല്ലെങ്കിൽ അയാൾ വേറെ സാമ്പത്തിക അഴിമതി എന്തെങ്കിലും പറഞ്ഞിട്ട് ആ കേട്ട മനുഷ്യന്റെ മനസ്സിൽ ഇയാളെ സംബന്ധിച്ച് വളരെ മോശമായിട്ടുള്ളൊരു ചിത്രം ഉണ്ടാക്കുക. അങ്ങനത്തെ മത്സരമാണ്. ആ മത്സരത്തിൽ 1ാം സമ്മാനം കിട്ടിയ ആൾക്ക് 6 റക്സോണ സോപ്പും 6 സോപ്പും പെട്ടിയാണ്. 2ാം സമ്മാനം കിട്ടിയ ആൾക്കും അതുപോലെ തന്നെയാണ്. അപ്പോൾ രണ്ടും പാലക്കാട് ജില്ലക്കാർക്കാണ് കിട്ടിയത്. അപ്പോൾ ഇത് നമ്മൾ പ്രസംഗിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും, എടാ നീ ഒരു നാറിയാണ്, ഒരു ദുഷ്ടനാണ്, അതുകൊണ്ട് ആ സോപ്പ് സമ്മാനം തന്നെ ഒന്ന് കുളിച്ചാളാ, എന്നാലേ ഈ നന്നാവുള്ളൂ എന്നല്ലേ ആ സോപ്പിന്റെ അർത്ഥം എന്നൊക്കെ ഞാൻ ചോദിക്കലുണ്ട്. പക്ഷെ എല്ലാവരും അരീക്കോട് ഞാൻ പ്രസംഗിച്ചപ്പോൾ അരീക്കോട്ടുകാർ മുഴുവൻ എന്തൊക്കെയോ തോന്നിയാസം പറഞ്ഞു പോയി എന്നല്ലാതെ ഒരു പ്രസംഗം നടത്തി അവിടെ വെറുതെ എന്തൊക്കെയോ ഇല്ലാത്ത കഥകൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വളരെ പ്രയാസപ്പെട്ട് തെളിയിക്കാൻ. പിന്നെ എൻ്റെ കൂടെ കുറേ ആൾക്കാരുണ്ട് പോകുന്നവർ, അവർക്കത് അറിയാം. അവർ സ്റ്റേജിൽ കയറി പറയാൻ തയ്യാറുമില്ല. അവർ പറയില്ല, അവരെ നാവുണ്ട്, സംഗതി ഞാൻ പറയണം. അങ്ങനെ ഇപ്പോൾ TP വരെ എന്നെ വിളിച്ചിട്ട് ഉപദേശിച്ചു. ആ സമയത്താണ് ഇയാൾക്കുള്ള തോപ് കൊടുക്കുന്നത്. അതെൻ്റെ ഏറ്റവും വലിയ ഈ ഇതിൽ ഇറങ്ങിയതിന് ശേഷം സന്തോഷിപ്പിച്ചൊരു സംഗതി. ഈ അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ നുണപറയൽ മത്സരത്തിൽ 1ാം സമ്മാനം കിട്ടിയ ആൾക്ക് തോപുണ്ടായി. അയാൾ TPന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു. അപ്പോൾ TP എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ധൈര്യത്തിൽ പറഞ്ഞോ, എനിക്കത് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇപ്പം എനിക്ക് വിശ്വാസമായി, ഇവർ എന്ത് ദുഷ്ടതയും ചെയ്യാൻ മടിക്കാത്തവരാന്ന് എനിക്ക് ഉറപ്പായി എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾക്ക് ഇപ്പോൾ സംസാരിക്കാൻ വേദി വേണം. അയാൾക്ക് തുറന്ന് പറയണം, ചെയ്ത തെറ്റുകൾ തുറന്ന് പറഞ്ഞിട്ട് അത് പൊറപ്പിക്കണം എന്നപ്പം അത്ര അവസ്ഥയിലെത്തി. ഇതൊക്കെ ഇതിന്റെ ട്രെയിനിങ്ങിന്റെ ഭാഗങ്ങളാണ്. എല്ലാ സംവിധാനവും അവർ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തൊരു പണിയാണ്. പട്ടാളപ്പള്ളിയിൽ വെച്ചിട്ട് താടി ഒട്ടിച്ച് തലയെക്കെട്ടൊക്കെ കെട്ടിയിട്ട് സുന്നികളുടെ കുട്ടികളുടെ മാതിരി മുദ്രാവാക്യം വിളിച്ചിട്ട് ടൗൺ ഹാളിൽ നമ്മളെ പരിപാടി ഇറക്കുമ്പോൾ അതിന്റെ മുമ്പിലൂടെ ഒരു പ്രകടനം പോവുക, സുന്നിക്കുട്ടികളെ. അപ്പൊ APന്റെ കുട്ടികളായിട്ടാണ് ചിത്രീകരിച്ചത്. അങ്ങനെ നമ്മുടെ ജമാൽ ചെറുവാടി വേഷം മാറുമ്പോൾ അതിന്റെ മുകളിലുണ്ട് താടിയൊക്കെ ഒട്ടിച്ച് തലയെക്കെട്ടൊക്കെ വെക്കുമ്പോൾ ജമാൽ ചെറുവാടി പറഞ്ഞു, ഇത് വലിയൊരു തെറ്റാണ്, ഈ പവിത്രമായ പട്ടാളപ്പള്ളിന്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു പണി നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ പടച്ചോൻ പൊറുക്കൂല, ഞാൻ ഒരിക്കലും ഇതിൽ കൂടൂല, ഇത് ഭയങ്കര തെറ്റാണെന്ന് മൂപ്പര് വായിച്ചപ്പോൾ അതൊക്കെ ചില സന്ദർഭത്തിലും ആവശ്യമായിട്ട് വരും. ഇപ്പം മറ്റേ നുണപറയൽ മത്സരത്തിന് തന്നെ ഈ 1ാം സമ്മാനം കിട്ടിയാൽ ചോദിച്ചിട്ടുണ്ട്, ഇത് തെറ്റല്ലേ നമ്മൾ ചെയ്യണമെന്ന്. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, PTV രാണ്ടുസല്ലം എന്നോട് പറഞ്ഞു, ഇത് തെറ്റൊന്നുമില്ല, റസൂലിന്റെ കാലത്ത് നടന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെ സംഭവം, ചിലപ്പം യുദ്ധത്തിന്റെ സമയത്തൊക്കെ അത് ആവശ്യമായി വരും, അതിനുള്ള ട്രെയിനിങ് ആണ് എന്നുള്ള. ആദ്യം പറഞ്ഞത് നിലമ്പൂരിൽ നിന്ന് പ്രസംഗിച്ചത് അങ്ങനെ നുണപറയൽ മത്സരം നടന്നിട്ടില്ല, നടന്നിട്ടുണ്ടെങ്കിൽ 1ാം സമ്മാനം കിട്ടിയ നിഅമത്തുല്ലാ ഫാറൂഖിക്കാണ്. പിന്നെ അബ്ദുറഹ്മാൻ കിട്ടി നമ്മളെ കൂട്ടത്തേക്ക് വന്നപ്പോൾ പറഞ്ഞു അത് നുണപറയൽ മത്സരമല്ലായിരുന്നു, കഥ പറയൽ മത്സരമായിരുന്നു എന്നാണ്. പിന്നെ പറഞ്ഞു ബുദ്ധിക്ക് വികാസം ഉണ്ടാകാൻ വേണ്ടിയുള്ള ട്രെയിനിങ് ആണ് എന്ന് പറഞ്ഞു. ഏതായാലും ഇപ്പൊ തത്വത്തിൽ അബ്ദുറഹ്മാൻ വന്നതോടുകൂടി ഇപ്പം എല്ലാവർക്കും അത് ബോധ്യമായി. എന്നതുപോലെ ഈ പ്രകടനം പോയപ്പോൾ ജമാൽ ചെറുവാടി നന്നായിട്ട് ആക്ഷേപിച്ചതാണ്. അപ്പൊ ഞാൻ അവിടെ കാവൽക്കാരനാണ് ടൗൺ ഹാളിൽ. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ അരീക്കോടുള്ള ഒരു മൊലിയാരിട്ടിന്റെ മാതിരി ഒരു മൊലിയാരിട്ടി, ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോൾ അസൂറിന്റെ മുഖച്ചായുള്ള ഒരു മൊലിയാരിറ്റി. അപ്പൊ ഒരു മൊലിയാരിറ്റി അല്ല, അതിൽ വേറെ ആൾക്കാരുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് കുറച്ചും കൂടി ഇപ്പൊ അരീക്കോടുള്ള വേറൊരു കുട്ടിന്റെ മുഖച്ചായാലും ഒരു മൊലിയാര്. അപ്പൊ എനിക്ക് സംശയം. പിന്നെ ആ പ്രകടനം എന്തായെന്ന് എനിക്കറിയില്ല. പിന്നെ അന്വേഷിച്ച് നോക്കുമ്പോഴാണ് എനിക്ക് വിവരം കിട്ടിയത്, നമ്മുടെ കുട്ടികളെ കൊണ്ട് സുന്നി കുട്ടികളുടെ വേഷം കെട്ടിച്ചിട്ട് നമുക്കെതിരിൽ പ്രകടനം നടത്തിച്ചിട്ട് നേതാക്കന്മാർ ഇവരെങ്ങാനും ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ കയറിയാൽ എന്തായിരിക്കും സ്ഥിതി? ഇങ്ങനത്തെ ഒരുപാട് പരിപാടികൾ പലതും നമ്മൾ അറിയുന്നതുണ്ടാകും, അറിയാത്തതുണ്ടാവും. ഞാൻ അറിയണേ നിങ്ങൾക്കറിയില്ല, നിങ്ങൾ അറിയണേ എനിക്കറിയില്ല. അതിന് വളണ്ടിയർ കോർന്ന് പോകുന്ന കംപ്ലീറ്റ് ആൾക്കാരെ വിളിച്ചു കൂട്ടിയാൽ ഒരുപാട് അത്ഭുതങ്ങൾ പുറത്തേക്ക് വരാണ്ടെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇങ്ങനെയാണ് ഇതിന്റെ ട്രെയിനിങ്ങിന്റെ സംവിധാനം. ബാക്കി കുറെ കാര്യങ്ങൾ പറയാണ്ട്, പലതും ഞാൻ പറയാതിരിക്കാണ്. കാരണം പറയാത്ത ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്, അത് ഞാൻ അങ്ങനെയൊന്നും പറയില്ല.
പറയേണ്ടി വന്നെങ്കിൽ മാത്രമേ പറയുള്ളൂ. പിന്നെ ഈ മത്സരത്തിൽ പങ്കെടുത്ത അയാൾ എവിടെയാണ് സ്ഥലം? അയാള് നമ്മുടെ എടത്തനാട്ടിന് അപ്പുറത്ത് ഒരു സ്ഥലം ഉണ്ടല്ലോ, എന്താണ് അതിന്റെ പേര്, എടത്തനാട്ടിന്റെ തൊട്ടടുത്ത് തന്നെ അവിടെ. ഇപ്പോൾ ആള് തെക്കൻകുറ്റൂർ പള്ളിയിലാണ് ജോലി ചെയ്യുന്നത്. അലനല്ലൂർക്കാരനാണ് മൂപ്പര്. അലനല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ആളാണ്. 2ാം സമ്മാനം കിട്ടിയ ആളും പാലക്കാട് ജില്ലക്കാരൻ തന്നെയാണ്. എൻ്റെ അടുത്ത സുഹൃത്താണ്. നമ്മുടെ പിരിച്ചുവിടപ്പെട്ട പിന്നെ ISM ട്രഷററാണ് മൂപ്പർ. മൂപ്പർക്കാണ് 2ാം സമ്മാനം. 2ഉം പാലക്കാട് ജില്ലക്കാർക്കാണ് സമ്മാനം കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണ് നുണപറയൽ മത്സരത്തിന്റെ. ഏതായാലും അതൊക്കെ ഒന്നിപ്പം അള്ളാഹിന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ അരീക്കോട് പ്രസംഗിച്ചപ്പോൾ പട്ടാളപ്പള്ളിയിലെ പ്രകടനത്തിൽ പങ്കെടുത്ത ആളെ സ്റ്റേജിന്റെ ബാക്കിൽ നിർത്തിയിട്ടാണ് പ്രസംഗിച്ചത്. സംശയമുള്ളവർക്ക് വരാൻ പങ്കെടുത്ത ആൾ ഇവിടെ ഉണ്ട് എന്നും പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാറ്റിനും തെളിവായിട്ട് നമുക്ക് അതിൽ നിന്ന് പോകുന്ന ആൾക്കാർ എന്നെ പഠിച്ചോൻ തന്നതുകൊണ്ട് ഇപ്പം ഇനിയിപ്പോൾ എനിക്ക് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണമെന്നുണ്ട്. ഇത്രയും സമയം ഇപ്പം നമ്മൾ വളരെ ധൈര്യമായിട്ട് മുന്നോട്ട് നീങ്ങി. അതുപോലെ വളരെ പ്രയാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഏറ്റു പറയാൻ ഒരുപാട് ആൾക്കാരായി. വളണ്ടിയർ കോറിലെ കുട്ടികളും അല്ലാത്തവരും പിന്നെ ഉന്നത ഇടങ്ങളിൽ നിന്ന് പോകുന്ന ആൾക്കാരൊക്കെ പ്രസംഗിക്കാൻ സന്നദ്ധരായി. ഇനി മഹാരാജ ട്രാവൽസ് അബ്ദുൽ ഖാദർ ഹാജി, മോനെ ഒന്നുകൊണ്ട് പേടിക്കണ്ട, നമുക്ക് മരിക്കേണ്ടി വന്നാൽ മരിക്കാം, എന്നാലും വേണ്ടിയില്ല, നമുക്കിത് പൊളിക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ സംഘടന നഷ്ടപ്പെട്ടു പോകും എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും ധൈര്യം തന്നൊരു മനുഷ്യനാണ് മുപ്പര്. എനിക്ക് ധൈര്യം തന്നൊരു മനുഷ്യനാണ് മുപ്പര്. എനിക്ക് അയാളെ മറക്കാൻ പറ്റില്ല ഈ സമയം. ഇപ്പോൾ ഏതാണ്ട് നമ്മൾ ഫത്തഹായി കഴിഞ്ഞു. എന്നാലും ആ കുടുങ്ങിയ കാലത്ത് നമുക്ക് പിന്നിൽ ധൈര്യം തന്ന മനുഷ്യന്മാരെ നമുക്ക് മറക്കാൻ പറ്റില്ല. മറ്റൊന്ന് എറണാകുളത്ത് നൂർഷ, ആ ഭാഗത്ത് ഒരു പേടിയും പേടിക്കണ്ട, നമുക്ക് ഇത് ഒന്ന് സൈഡാക്കണം, എന്നിട്ടേ വേറെ പണിയുള്ളൂ. ഇങ്ങനത്തെ 2-3 ആൾക്കാർ 100% നമുക്കും വേണ്ടി എന്തിനും റെഡി ആയിട്ട് ആ ധൈര്യം നമുക്ക് ഇത് തുറന്നു പറയാൻ വലിയൊരു പ്രചോദനമായി മാറിയിട്ടുണ്ട്. അവരൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. അതെ, ഇദ്ദേഹത്തെ നിങ്ങൾ അറിയുമോ? ഇതാണ് പണ്ഡിതർക്കാകമാനം അപമാനമായ അബ്ദുറഹ്മാൻ മൗലവി എന്ന കുപ്രസിദ്ധ പണ്ഡിതൻ. ഇത്രമാത്രം പറഞ്ഞതിലൂടെ ഒരുപക്ഷെ നിങ്ങൾ ഇദ്ദേഹത്തെ അറിഞ്ഞെന്ന് വരില്ല. അന്ന് വളണ്ടിയർ കോർ എന്ന യുവത്വത്തിന്റെ രോമാഞ്ചമായിരുന്ന ഇന്നത്തെ VC കുട്ടികളുടെ പഠന ശിബിര ക്യാമ്പുകളിലെ വിവിധ ആസ്വാദന കലാപരിപാടികളുടെ കൂട്ടത്തിൽ സംഘടിപ്പിച്ചിരുന്ന നുണപറയൽ മത്സരത്തിൽ 1ാം സമ്മാനം നേടി ഇപ്പോൾ മടവൂർ ഗ്രൂപ്പിൽ നിന്നും മറുകണ്ഠം ചാടി എറണാകുളം ഗ്രൂപ്പിൽ എത്തിച്ചേർന്ന മഹാവിരുദ്ധൻ 5 ലക്ഷം രൂപ രൊക്കമായും 8,000 രൂപ അടിസ്ഥാന ശമ്പളവും ആജീവനാന്ത ഖത്തീബ് സ്ഥാനവും വാഗ്ദാനം ചെയ്താണ് ഈ നുണവീരനെ തങ്ങളുടെ കൂട്ടത്തിൽ കിട്ടിയതെന്ന് അവർ പറയുമ്പോൾ മുസ്ലിം കേരളം ലജ്ജിച്ചു പോകുന്നു. പരസ്പരം നുണ പറഞ്ഞ് ശീലിച്ചതിനാൽ ഇതും മറ്റൊരു നുണയാണോ എന്നറിയില്ല. എന്തായാലും അന്ന് കിട്ടിയ ആ സമ്മാനവുമായി അദ്ദേഹം അത് അനുസ്മരിക്കുന്നത് നമുക്ക് ദർശിക്കാം. താങ്കളുടെ പേര്? അബ്ദുറഹ്മാൻ. എടത്തനാട്ടുകരക്ക് അടുത്ത് മുറിയക്കണ്ണി എന്ന് പറയുന്ന സ്ഥലം. ഇപ്പോൾ ജോലി ചെയ്തത്? ഇപ്പോൾ തെക്കൻകുറ്റൂര് സലഫി മസ്ജിദാണ്. താങ്കൾ കളവ് പറയൽ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ എന്തൊക്കെയായിരുന്നു അവരുടെ പ്രോഗ്രാം, കലാപരിപാടികൾ? ഇത് പിന്നെ ഈ കളവ് പറയല് മത്സരം ഏതാണ്ട് ഞാൻ ഈ MSM സമ്മേളനം ഉണ്ടായി, സംസ്ഥാന സമ്മേളനം ഉണ്ട് തൃശ്ശൂരിൽ വെച്ച്. അതിന് മുന്നോടിയായിട്ട് ഏതാണ്ട് മാസങ്ങൾ മുമ്പായിട്ടാണ് പിന്നെ ഈ കോഴിക്കോട് ആണ് പോയിട്ട് മേപ്പയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോഴത്തെ ഈ വിമത ഗ്രൂപ്പിന്റെ നേതാവ് AV അബ്ദുറഹ്മാൻ ഹാജിന്റെ ആ നാട്ടിൽ വെച്ച് അവിടെ ഒരു സ്കൂളിൽ വെച്ചിട്ടാണ്. ആരാലും അറിയപ്പെടാത്ത ഒരു പിന്നെ ഒരു മലമ്പ്രദേശത്ത് സ്കൂളിൽ വെച്ചിട്ടാണ് പരിപാടി. അപ്പൊ ഇതിനു മുമ്പായിട്ട് ഞങ്ങൾക്ക് പോരെ ക്ലാസ്സുകൾ സംഘടിപ്പിച്ചിട്ട് ഇതിനെ ആകർഷിച്ച് പിന്നെ ഈ VCന്റെ പ്രവർത്തനം അത് അത്രയും ഞങ്ങൾക്ക് മണ്ടയിൽ കയറി. അപ്പോൾ അതിനൊരു നന്നായി ബ്രെയിൻ വാഷ് സംസ്ഥാന സമ്മേളനത്തിന് മുമ്പായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. അവിടെ സംഘടിപ്പിച്ചത് ഇതിന്റെ പിന്നെ അലി അസ്ഗർ അലി അതുപോലെ തന്നെ PT വീരാൻകുട്ടി സുലമി, അതേപോലെ അലി പത്തനാപുരം, ഇങ്ങനെയുള്ള പല നേതാക്കന്മാരുണ്ടായിട്ടുണ്ട്. അവരൊക്കെ അണ്ടറിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്.
അതേ ഒരു കളവ് പറയൽ മത്സരം എന്നുള്ള നിലക്ക് മാത്രം സംഘടിപ്പിച്ചതല്ല, മറിച്ച് ഇതിന്റെ മുന്നോടിയായിട്ട് പല മത്സരങ്ങളുണ്ടായിരുന്നു. ആ മത്സരത്തിൽ ഒരു ഇനം കൂടി ഇത് കൂട്ടിച്ചേർത്തു. എന്നാലും ഒരു ഇനവും കളവ് പറയൽ മത്സരം എന്ന് തന്നെ പേരിൽ അതായത് ഇപ്പൊ പിന്നെ ഞാൻ സൂചിപ്പിച്ചല്ലോ, വിവിധ മത്സരങ്ങൾ ഉണ്ടായിരുന്നു. അത് ഒന്ന് മിമിക്രി, അതുപോലെ തന്നെ പ്രച്ഛന്ന വേഷം, അതുപോലെ തന്നെ ഈ കയറിൽ തൂങ്ങിയിട്ടുള്ള ഒരു മത്സരം, പിന്നെ അക്കൂട്ടത്തിൽ വേറെ അതേപോലെ തന്നെ പിന്നെ കളവ് പറയൽ മത്സരം. ഈ കളവ് പറയൽ മത്സരം ഞങ്ങളെ അസ്ഗർ അലി സാഹിബാണ് ഇത് അടുത്ത ഇനം ഇന്നതാണെന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഈ സ്റ്റേജിലിരിക്കുന്ന ഈ സാമാജികരുണ്ടല്ലോ, ഇവർ പറഞ്ഞു നമ്മൾ മുസ്ലിങ്ങൾ എന്നുള്ള നിലയ്ക്ക്, പ്രത്യേകിച്ച് നമ്മൾ മുജാഹിദുകൾ എന്നുള്ള നിലയ്ക്ക് കളവ് മത്സരം എന്നൊക്കെ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റുമോ, അത് നമുക്ക് ഭൂഷണമാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ അസ്ഗർ അലി സാഹിബ് തന്നെയാണ് അതിന് മറുപടി പറഞ്ഞത്. അതായത് ഇപ്പോൾ നബിന്റെ കാലത്തൊക്കെ ചില യുദ്ധങ്ങളിൽ സഹാബികളൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ. അപ്പോൾ പിന്നെ അങ്ങനെ പരിപാടി സംഘടിപ്പിച്ചു. ഞങ്ങളെ നേതാക്കന്മാരല്ലേ, ഞങ്ങളെക്കാളും കൂടുതൽ പാണ്ഡിത്യവും അതുപോലെ തന്നെ ഞങ്ങൾക്ക് കേട് വരുന്ന ആൾക്കാരെന്നുള്ള നിലയ്ക്ക് ഞങ്ങളങ്ങനെ വിശ്വസിച്ചു, പരിപാടിയിൽ പങ്കെടുത്തു. അങ്ങനെ ആ പരിപാടിയിൽ പങ്കെടുത്തുന്ന ഓരോ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ചും ഓരോരുത്തർ ഈ മത്സരത്തിൽ പങ്കെടുത്തു. അങ്ങനെ ഞങ്ങളെ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ച് ഞാനാണ് പങ്കെടുത്തത്. ഈ ഗ്രൂപ്പ് നിർദ്ദേശിച്ചു നിങ്ങൾ പങ്കെടുത്താൽ മതിയാണ്. അങ്ങനെ പരിപാടിയിൽ പങ്കെടുത്തു എന്നല്ല, എനിക്കാണ് അതിൽ ഫസ്റ്റ് കിട്ടിയത്. കൂടുതൽ പോയിന്റ് നേടി എന്നുള്ള നിലയ്ക്ക് കലാപ്രതിഭ എന്നുള്ള നിലക്കും എന്നെയാണ് തിരഞ്ഞെടുത്തത്. അതേപോലെ തന്നെ അതിന് സമ്മാനങ്ങൾ കിട്ടിയത് പിന്നെ 6ഓളം സോപ്പും പെട്ടി, പിന്നെ അതുപോലെ തന്നെ റെക്സോണ സോപ്പ്, ഇതൊക്കെയാണ് കിട്ടിയത്. അതിലിപ്പോൾ ആ സമ്മാനത്തിൽ ഒന്നാണിത്, ഒരു സോപ്പും പെട്ടിയാണിത്. അതായത് ഡീലക്സ് അമല എന്ന് പറയുന്ന സോപ്പും പെട്ടിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അന്ന് കിട്ടിയ സമ്മാനമാണത്. ഇതിപ്പോ ഇത് ഇത്രയും കൊല്ലായിട്ട് സൂക്ഷിക്കാൻ എന്താ കാരണം എന്ന് വെച്ചാൽ വേറെയും കുറെ സോപ്പും പെട്ടി ഉണ്ടായിരുന്നല്ലോ. ആ നിലക്ക് ഇപ്പൊ ഞാനിവിടെ തെക്കൻകുറ്റൂര് മസ്ജിദിലേക്ക് വന്നപ്പോ, ഈ പള്ളിയിലേക്ക് വന്നപ്പോ എന്റെ ഭാര്യ പല സാധനങ്ങളും ഓരോ ബാഗിലിട്ട് വന്നപ്പോൾ ഇതും കൂടി കൂടെ കരുതി. അപ്പൊ ഞാൻ ഈ സോപ്പും പെട്ടി അതുപോലെ തന്നെ കടയിൽ കയറി എന്തെങ്കിലും വീട്ടിലേക്കുള്ള സാധനം മേടിക്കുമ്പോൾ സോപ്പ് കാണുമ്പോൾ എനിക്ക് ആ മത്സരം ഓർമ്മ വരും. ഇപ്പൊ റെക്സോണ സോപ്പ്, അതാണ് റെക്സോണ സോപ്പ് എനിക്കൊരു സമ്മാനം കിട്ടിയത്. അതേപോലെ തന്നെ ഈ സോപ്പും പെട്ടി. കൂട്ടത്തിലെന്ന് പറയട്ടെ, ഭാര്യക്കാരിട്ടായി ഇതിപ്പോ ഇങ്ങനെ ഒരു കാര്യത്തിന് ദുരുപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം. എങ്ങനെ ഈ പെട്ടി ഇതിനു വേണ്ടിയിട്ടൊരു ഉദാഹരണം. അത് അന്ന് വേറൊരു കാര്യം ഉണ്ടായത്, വളരെ രഹസ്യമായിരുന്നു ഇതിന്റെ സ്വഭാവം. ആരാലും ചോദിച്ചാലും ഇതിന്റെ രഹസ്യ സ്വഭാവങ്ങൾ ആർക്കും കൈമാറാൻ പാടില്ല എന്നൊക്കെ ഞങ്ങൾക്ക് നിർദ്ദേശം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്റെ ഭാര്യ പോലും ഇത് അറിഞ്ഞിരുന്നില്ല. എങ്ങനത്തെ പരിപാടിക്ക് പോവുകയാണെന്നും അറിഞ്ഞിരുന്നില്ല. ഇങ്ങനെ ഇസ്ലാമിന്റെ ഓരോ പരിപാടിക്ക് ഇങ്ങനെ പോകാന്നല്ലാതെ പ്രത്യേകിച്ച് പിന്നെ ഇങ്ങനെ അത് പരിപാടിക്കൊക്കെ പോവുകയാണെന്നുള്ള നിലയിലാണ് അവരൊക്കെ കരുതിയിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള മത്സരത്തിൽ പങ്കെടുത്തതിന് ശേഷം കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ഭാര്യനെ പോലും അറിയിച്ചിരുന്നത് അർത്ഥം. നേതൃത്വം കൊടുത്ത ആൾക്കാരെ പറ്റി ഇൻട്രൊഡക്ഷൻ പറയാം. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ മേപ്പയൂർ പരിപാടിക്ക് സംഘടിപ്പിച്ചത് പിന്നെ പ്രധാന കൈ ഇയാളാണ്, അസ്ഗർ അലി സാഹിബാണ്. അയാളെ വീടും നാടൊക്കെ മേപ്പയൂരാണല്ലോ. അപ്പോൾ തന്നെ PT വീരാൻകുട്ടി സുലൈം ഇപ്പോഴത്തെ വിമത ഗ്രൂപ്പിന്റെ നേതാക്കളാണല്ലോ അവരൊക്കെ. പിന്നെ അതേപോലെ തന്നെ ഈ കളവ് പറയൽ മത്സരത്തിൽ സെക്കൻഡ് സ്ഥാനം കിട്ടിയത് ഇപ്പൊ ഇന്നത്തെ ISMന്റെ വിമത ഗ്രൂപ്പിന്റെ പിരിച്ചുവിട്ട വിമത ഗ്രൂപ്പിന്റെ പിന്നെ ട്രഷറർ അബ്ദുൽ ജലീൽ മാസ്റ്റർ, അയാൾക്കാണ് സെക്കൻഡ് സ്ഥാനം കിട്ടിയത്. അപ്പൊ ഞങ്ങൾ പാലക്കാട് ജില്ലക്കാർ ആണ്. ആ നിലക്ക് മാത്രമല്ല, ഞാൻ അവനെ കാണുമ്പോൾ, ജലീൽ മാഷ് കാണുമ്പോൾ സെക്കൻഡ് എനിക്കാണല്ലോ, നമുക്ക് ഫസ്റ്റും സെക്കൻഡ് നമ്മൾ പാലക്കാട് ജില്ലക്കാരാണ് വാങ്ങിയത് എന്ന് ഞാൻ കൂട്ടത്തിൽ സൂചിപ്പിക്കാറുണ്ട്. അപ്പൊ അവനങ്ങനെ തിരിച്ചു പോവുകയും ചെയ്യും. തെരഞ്ഞെടുത്തു എന്ന് മാത്രമല്ല, ഓരോ സോപ്പും പെട്ടി, ഓരോ മത്സരത്തിലും ഫസ്റ്റ് കിട്ടിയത് ഓരോ സോപ്പും പെട്ടി, അതുപോലെ തന്നെ റെക്സോണ സോപ്പ് ആണ് എനിക്ക് കിട്ടിയത്. സമാനമായിട്ട് കിട്ടിയത് സോപ്പ് പെട്ടി, പിന്നെ റെക്സോണ സോപ്പും ഇത് പറഞ്ഞ സോപ്പും പെട്ടി. അപ്പോ പിന്നെ ഈ കളവ് പറയല് അതിന്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഈ നേതാക്കന്മാരാണല്ലോ അന്ന് ഞങ്ങൾക്ക് ഈ ക്ലാസ് എടുത്തിരുന്നത്. അതിനു വേണ്ടിയാണ് ഒന്ന്. അതേപോലെ തന്നെ ഇപ്പോൾ പിന്നെ കോഴിക്കോട് നമ്മളെ നേതാക്കന്മാർ യോഗം കൂടി ഇരുന്നപ്പോൾ ഈ പ്രച്ഛന്ന വേഷത്തിൽ ഈ പറഞ്ഞ ആൾക്കാർ പങ്കെടുത്ത്, വീസിന്റെ ആൾക്കാർ പങ്കെടുത്ത് അവര് സുന്നി കുട്ടികളെ വേഷം ധരിച്ചുകൊണ്ട് കോഴിക്കോട്ട് അവൻ കൂടി പോയല്ല. അതായത് കളവ് സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സന്നിഗ്ധ ഘട്ടങ്ങളിൽ നമുക്കിങ്ങനെ കളവ് പറയേണ്ടി വരും എന്ന് അന്ന് ഇയാൾ നേതാവ് സൂചിപ്പിച്ച അല്ലെങ്കിൽ ആ പറഞ്ഞ വാക്ക് ഇന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നു. അപ്പൊ ഈ പറഞ്ഞ ഞാൻ കളവ് മത്സരം ഒരു മുസ്ലിമിനും പറ്റാത്ത കാര്യമാണല്ലോ. പിന്നെ അന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ പങ്കെടുക്കാനൊക്കെ ഞങ്ങളെ നേതാക്കളാണ് സത്യസന്ധമായിട്ട് പിന്നെ വിശ്വസിച്ചു. പ്രവാചകന്റെ കാലത്ത് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അന്ന് അത്ര പിന്നെ മത, അതായത് ഇപ്പോ നമ്മളെ
അന്നാ പറഞ്ഞ ഈ കളവ് പറയൽ മത്സരം. ഇപ്പം ഇന്നത്തെ അന്നാ സംഘടിപ്പിച്ച നേതാക്കളാണ് ഇന്നത്തെ വിമത ഗ്രൂപ്പിന്റെ ജോയിന്റ് സെക്രട്ടറിമാർ, അതുപോലെ തന്നെ പ്രസിഡന്റുമാരൊക്കെ ആയിട്ട് വന്നത്. അസ്ഗർ അലി സാഹിബ്, ഞാൻ പറഞ്ഞല്ലോ, വീട്ടി വീരാൻകുട്ടി ഉള്ളമി, വലിയ പത്തനാപുരം എന്നുള്ള പല ആൾക്കാർ, അവരൊക്കെയാണ് ഇപ്പോൾ വിമത ഗ്രൂപ്പിന്റെ നേതാക്കൾ. അതുപോലെ തന്നെ ISMന്റെ ട്രഷറർ ഞാൻ സൂചിപ്പിച്ചു, ജലീൽ മാഷ്, അത് ട്രഷറാണ്. ആൾക്ക് ഈ പറഞ്ഞ മത്സരത്തിൽ സെക്കൻഡ് സ്ഥാനം കിട്ടിയ ആളാണ്. മൊത്തത്തിൽ ഇത്തരം ഒരു സംവിധാനം ഒരു ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ഒരു മതസംഘടനയ്ക്ക് എന്നുള്ള നിലക്ക് ഒരിക്കലും യോജിക്കാത്ത പരിപാടിയാണ്. എന്തുകൊണ്ടും ഒരു മുസ്ലിമിന് ഇത്തരം പ്രവർത്തനങ്ങൾ ഒരിക്കലും പങ്കെടുക്കാൻ പാടില്ല പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഒരു കാലത്ത് നമ്മുടെ മക്കളെ അതുപോലെ തന്നെ നമ്മളെ ചെറുപ്പക്കാർ, പിന്നെ ഏത് വിഭാഗമായാലും ശരി, ഒരു മുസ്ലിമിന് യോജിക്കാത്ത പ്രവർത്തനങ്ങളാണ് ഇത്രയും കാര്യങ്ങളൊക്കെ അത് വഹിക്കാനുള്ളത്. അതുകൊണ്ട് ഈ അഭ്യർത്ഥന ഉള്ളവരും സ്വീകരിക്കണം എന്നാണ് എൻ്റെ താല്പര്യം. ഞാൻ മറ്റ് ഈ കാര്യത്തിൽ നിന്നൊക്കെ ഞാൻ തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം ഒരു മുസ്ലിമിന് യോജിക്കാത്ത കാര്യങ്ങളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് പടച്ചവനോട് തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ട്. ഇനി അത്തരം ഒരു കാര്യങ്ങൾ, പിന്നെ ഈ രഹസ്യമായ അജണ്ടകൾ, രഹസ്യമായ തീരുമാനങ്ങൾ, ഇത്തരം രഹസ്യ പ്രവർത്തനങ്ങൾ, തീവ്ര പ്രവർത്തനങ്ങളിൽ ഒരിക്കലും പങ്കെടുക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ വലിയ അഭ്യർത്ഥന. സ്വീകരിക്കണമെന്നാണ് മറ്റു പൊതുജനങ്ങളോട് സഹോദരങ്ങളോട് പറയാനുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഈ നുണപറയൽ മത്സരം, കളപറയൽ മത്സരത്തിനെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ചില ആളുകൾ ഇതിൽ ഇപ്പോൾ ഈ വിമത ഗ്രൂപ്പിൻ്റെ ആൾക്കാർ ഇത്തരം ഒരു പരിപാടി ഉണ്ടായിട്ടില്ല എന്ന് പല പ്രസംഗത്തിന് പല ആൾക്കാർ അങ്ങനെ പറയുന്നത് കേട്ടു. അപ്പോൾ ചുരുക്കത്തിൽ അതിൽ ഫസ്റ്റ് കിട്ടിയ ആളെന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ എനിക്ക് തുറന്നു പറയാനും, അപ്പോൾ ഇവർ നിഷേധിക്കുന്നത് കണ്ടപ്പോൾ അതെടുത്ത് പറയാനും. പിന്നെ വേറൊരു പ്രസംഗത്തിൽ, അടുത്തനാട്ടിലെ ഒരു പ്രസംഗത്തിൽ കരിമ്പുലാക്കൽ എന്ന് പറഞ്ഞ ഒരു മൗലവി, അയാൾ പറഞ്ഞ ഈ മത്സരം സംഘടിപ്പിച്ച് ബുദ്ധി വികസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി എന്നുള്ള നിലയിലാണ് ഇത് സംഘടിപ്പിച്ചു എന്ന് പറഞ്ഞു കേട്ടു. എൻ്റെ അടുത്ത ആൾക്കാരിൽ നിന്ന് കേട്ടതാണ്. വികസിക്കൽ ഇങ്ങനെയുള്ള ഇതിൽ പങ്കെടുത്ത ആൾക്കാരും ബുദ്ധി വികസിച്ചിട്ട് വലിയ ആൾക്കാരായിട്ട് മാറിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പൊ എനിക്ക് ബോധ്യമായിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകുനൂ മഅസ്സാദിഖീൻ. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. വകുനൂ മഅസ്സാദിഖീൻ. നിങ്ങൾ സത്യം പറയുന്നവരുടെ കൂടെ മെമ്പർ ആവുക. നിങ്ങൾ സത്യം പറയുന്നവരുടെ കൂടെ മാത്രം പ്രവർത്തിക്കുക. നിങ്ങൾ സത്യം പറയുന്നവരുടെ കൂടെയാവുക. പരിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി ഇത് പ്രഖ്യാപിക്കുമ്പോൾ മൗലവിമാര് യോഗം ചേർന്ന് നുണ പറയാൻ മത്സരം നടത്തി. എന്നിട്ട് 6 റക്സോണ സോപ്പ് സമ്മാനം കൂടുതൽ നുണ പറയാൻ യോഗ്യരായ അബ്ദുറഹ്മാൻ സലഫി കുറ്റ്യാടി എന്ന് പറഞ്ഞു, മേപ്പയ്യൂരിൽ സലഫി കോംപ്ലക്സിൽ വെച്ച് ഒരു നുണ പറയൽ മത്സരം നടത്തി പോയി. മൗലവിമാർ ഏറ്റവും കൂടുതൽ നുണ പറയുന്നവർക്ക് സമ്മാനം. അബ്ദുൽ ലത്തീഫ് മൗലവി കോഴിക്കോട്ട് എന്ന് പറഞ്ഞു, ഈ പട്ടാളപ്പള്ളിന്റെ മുകളിൽ പാതിരക്ക് പറഞ്ഞു, ഈ പട്ടാളപ്പള്ളിന്റെ മുകളിൽ നമ്മൾ നുണ പറയൽ മത്സരം നടത്തിയില്ലേ, എന്നിട്ടോ ആ മത്സരത്തിൽ വിജയിച്ച ആൾക്ക് 6 റക്സോണ സോപ്പ് സമ്മാനം. എന്നിട്ട് ഈ ഫാറൂഖി എന്നെ ചോദിക്കാണ്, ഈ 6 സോപ്പ് കൊണ്ട് കഴുകിയാൽ വൃത്തിയാകുമോ ഈ പാപം? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകുനൂ മഅസ്സാദിഖീൻ. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. വകുനൂ മഅസ്സാദിഖീൻ. നിങ്ങൾ സത്യം പറയുന്നവരുടെ കൂടെ മെമ്പർ ആവുക. നിങ്ങൾ സത്യം പറയുന്നവരുടെ കൂടെ മാത്രം പ്രവർത്തിക്കുക. നിങ്ങൾ സത്യം പറയുന്നവരുടെ കൂടെയാവുക. പരിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി ഇത് പ്രഖ്യാപിക്കുമ്പോൾ മൗലവിമാര് യോഗം ചേർന്ന് നുണ പറയാൻ മത്സരം നടത്തി. എന്നിട്ട് 6 റക്സോണ സോപ്പ് സമ്മാനം കൂടുതൽ നുണ പറയാൻ യോഗ്യരായ. എന്നിട്ട് അതിനെ സംബന്ധിച്ച് വിചിന്തനത്തിൽ എഴുതുകയാണ് മുജാഹിദ് മൗലവി, അങ്ങനത്തെ ഒരു പരിപാടി മുമ്പ് നമുക്ക് ഉണ്ടായിരുന്നില്ല. അതേ സമയത്ത് അതിന്റെ മറുവശത്തുള്ളവർ പറയുന്നു, അബ്ദുസ്സലാം സുല്ലമി പറയുന്നു, ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്ത് അൽ ഹർബു ഖുദ്അ, യുദ്ധം തന്ത്രമാണ് എന്നുള്ള ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്ത് കളവ് പറയൽ അനുവദനീയമാണെന്ന് പറഞ്ഞത് നിങ്ങളാണെന്ന് തിരിച്ച് മറ്റവരും പറയും.
നമുക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി, രണ്ടു കൂട്ടരും സഭാസഭ. രണ്ടു കൂട്ടരും നുണ പറയുന്ന വിഷയത്തിൽ മത്സരം നടത്തിയവരാണ്. ആ മത്സരം നടത്തിയ സമയത്ത് ഇക്കൂട്ടരത് തുറന്നു പറഞ്ഞിട്ടില്ല. ഇവർ ഈ ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്തപ്പോ മർമ്മശത്തുള്ളവരും അത് സമുദായത്തോട് പറഞ്ഞിട്ടില്ല. രണ്ട് കുട്ടികളും ഒന്നായി നുണ പറഞ്ഞു. ഇപ്പൊ പരസ്പരം തെറ്റി പിരിച്ചുവിടലും മറിച്ചുവിടലും ആയപ്പോ ഇപ്പൊ പറയുന്ന അവരായത്തോതിയിട്ട് കളവ് പറഞ്ഞു, ഇവര് ഹദീസ് ഓതിയിട്ട് കളവ് പറയുന്നതിന് തെളിവ് ധരിച്ചു. ഇപ്പൊ പരസ്പരം പറയും. ഞാൻ ചോദിക്കുന്ന മുസ്ലിം സമുദായം എങ്ങനെ ഇവരെ അംഗീകരിക്കും? ആഖിറത്തിൽ വിശ്വസിക്കുന്നവർ എങ്ങനെ ഇവിടെ പിന്നിലാണ് നിരക്കും? ഞങ്ങൾ നേരത്തെ ഇത് പറഞ്ഞില്ലേ, ഞാൻ പാലക്കാട്ട് വെച്ച് പറഞ്ഞില്ലേ, മുജാഹിദ് എന്നത് മാറ്റി മുനാഹിദ് എന്നാക്കണം. ആ പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾ അംഗീകരിച്ചതിന് 1000 നന്ദി കേട്ടോ. ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. അന്ന് ആ പറഞ്ഞത് വളരെ വ്യക്തമായി നിങ്ങൾ സമ്മതിച്ചു, രണ്ടു കൂട്ടരും സമ്മതിച്ചു. ഞങ്ങൾക്ക് നുണ പറയലാണ്. അതുകൊണ്ട് സത്യം പറയുന്നവരുടെ കൂടെയാവുക, പരിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങുക. സത്യം പറയുന്നവരുടെ കൂടെയാവുക, അതാ സുന്നത്ത് ജമാഅത്ത്. സത്യം പറയുന്നവർ അല്ലാഹുവിന്റെ ഖുർആനിലുണ്ട്, യൗമ തബിയദ്ദു വജൂഹുൻ വതസ്വദ്ദു വജൂഹ്. ഒരു വിഭാഗത്തിന്റെ മുഖം സന്തോഷം കൊണ്ട് വെളുക്കുന്ന ദിവസമുണ്ട് നബിയെ. വതസ്വദ്ദു വജൂഹ്. ഒരു വിഭാഗത്തിന്റെ മുഖം ദുഃഖം കൊണ്ട് കറുത്തു പോകുന്ന ദിവസമുണ്ട് നബിയെ. ഈ ആയത്തിന്റെ തഫ്സീറിൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലുള്ളവർ പറഞ്ഞ തഫ്സീർ നിങ്ങൾക്ക് കാണാം. എന്താ തഫ്സീർ? യൗമ തബിയദ്ദു വജൂഹു അഹ്ലിസ് സുന്നത്തി വൽ ജമാഅ വതസ്വദ്ദു വജൂഹു അഹ്ലിൽ ബിദ്അത്തി വൽ ളലാല. സുന്നത്ത് ജമാഅത്തിന്റെ മുഖം സന്തോഷം കൊണ്ട് വെളുക്കുന്ന ദിവസം, സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികളുടെ മുഖം കറുത്തിരുണ്ടു പോകുന്ന ദിവസം, അതാണ് ഖിയാമത്ത് നാൾ എന്ന് ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാന്മാരായ സ്വഹാബത്ത് തഫ്സീർ പറഞ്ഞില്ലേ. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു വന്നില്ലെങ്കിൽ ആഖിറത്തിൽ വെച്ച് മുഖം കറുക്കേണ്ടി വരും എന്ന് വിനയത്തോടുകൂടെ ഞങ്ങളുടെ സഹോദരന്മാരോട് ഞങ്ങൾ ഉണർത്തുകയാണ്. ഞാൻ വിഷയത്തിലേക്ക് തന്നെ പോകട്ടെ.